ഹലോ, എല്ലാവർക്കും സുപ്രഭാതം. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയ്ക്ക് കഞ്ഞി അടിക്കുകയാണ്. കുടിക്കാനുള്ള വെള്ളവും അങ്ങ് സെറ്റാക്കി വെച്ചു. കാരണം ഇന്ന് കാർത്തിക്കുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. കാർത്തിക്കുട്ടിക്ക് നല്ല ചുമയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്നര ആഴ്ചയോളമായി. പിന്നെ ചുമ വന്നിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നിട്ടും വലിയ കുറവൊന്നുമില്ല. അപ്പം മോളെ ലൈഫ് ലൈനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു കേട്ടോ. ജൂഡി ഡോക്ടറെ, നല്ല ഡോക്ടറാണ്. ഇന്ന് രാവിലെ പാത്രമെല്ലാം കഴുകി അങ്ങ് സെറ്റാക്കി വെച്ച്, പിന്നെ അരി അങ്ങ് അടുപ്പത്തോട്ട് അങ്ങ് ഇട്ട് കേട്ടോ. അപ്പോൾ ഓവറാകുമ്പോഴത്തേക്കിന് അരിയും വെന്ത് കിട്ടും, കോഴിക്കും ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ വെള്ളം ഇറക്കി വെച്ച് കേട്ടോ. വെള്ളം തിളച്ചായിരുന്നപ്പോഴത്തേക്കിന് പിന്നെ ഫ്ലാസ്കിൽ നിറയ്ക്കണം. അത് ഒരു ടാസ്ക്കാണ് അമ്മമ്മയ്ക്ക്. മറ്റേ അല്ലാതെ നമ്മളൊരു കപ്പ് എടുത്ത് ഒഴിക്കും കേട്ടോ. ഇതിപ്പം ഞാൻ എൻ്റെ എളുപ്പവഴിക്ക് ഞാനങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ചുമ വന്നു കഴിഞ്ഞാൽ കാർത്തിക്കുട്ടിക്ക് മാറാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതൊക്കെ മുടങ്ങും കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്കുള്ള ചായയും അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചു. തേയില കുറച്ച് അമ്മമ്മയ്ക്ക് മതി കേട്ടോ. ഒരുപാട് കടുപ്പം ഉണ്ടെങ്കിൽ കുടിക്കത്തില്ല കേട്ടോ. നല്ല ഒരു ശകലം പാലായിട്ടൊക്കെ ഇരിക്കണം. പിന്നെ ചായ ആവാറായിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ദാ ചായ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ചായ ഒഴിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. രാവിലെ ആകുമ്പോഴത്തേക്കിന് പണികളെല്ലാം ഒന്ന് ചെയ്ത് ഒതുക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ. പിന്നെ എനിക്ക് ചൂടുവെള്ളം കുടിക്കാനിരുന്നു. സാധാരണ ഇന്നൊരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ചായ കുടി വീണ്ടും നിർത്തി. 2-3 ദിവസം കുറേ ദിവസം ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് മുളയിലൊക്കെ ഒന്ന് നോക്കി, അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് കിളികളെയൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതായി കാണുന്നത് കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, അതിൽ നമുക്ക് ഒരു പരിമിതിയുണ്ട്. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞാൻ ഇച്ചിരി സോയാബീനും, കാർത്തിക്കുട്ടിക്ക് കൊച്ചു സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പച്ചരിയും ചെറുപയറും വൻപയറും തൊമ്മരിയും വെള്ളക്കടലയും മേടിച്ചു കേട്ടോ. ഇപ്രാവശ്യം കടയിൽ പോയപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അരക്കര വാങ്ങിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞു ചോറുണ്ടിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതെ, ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് കാടമുട്ട വാങ്ങിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ കാടമുട്ട കാർത്തിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാട്ടോ. പിന്നെ ഇതൊക്കെയാണ് കാർത്തിക്കുട്ടിക്ക് കൊടുക്കുന്ന മരുന്ന്. ഇത് ആവി പിടിക്കുന്ന അസ്താലിനും പിന്നെ സലൈനും ആട്ടോ. അതുപോലെ തന്നെ ബിരിക്കോട്ടും ഉണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നെ ചുമയുടെ മരുന്നും കൊടുത്തിട്ടുണ്ട്. ചുമയുടെ മരുന്നൊക്കെ കൊടുക്കാൻ വലിയ പേടിയാണ്. പിന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.